ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള സംഘർഷം പുതിയതും കൂടുതൽ സങ്കീർണവുമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. സമാധാന ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമാവുകയും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ സൈനിക മേധാവിത്വം ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഗാസയിലെ നെറ്റ്സാറിയും ഇടനാഴി പിടിച്ചെടുത്തതായി ഇസ്രായേൽ നടത്തിയ പ്രഖ്യാപനം ഈ സംഘർഷത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ്. ഈ നീക്കം ഗാസയെ തെക്കും വടക്കുമായി രണ്ടായി വിഭജിച്ചുകൊണ്ട് സൈനിക നിയന്ത്രണം കൂടുതൽ കർശനമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ കടുത്ത നടപടി മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ വഷളാക്കുകയും പുതിയ മാനുഷിക ദുരന്തങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്ന ആശങ്കകൾക്ക് ജനങ്ങൾക്ക് ആക്കം കൂടുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനമനുസരിച്ച് ഗാസ നഗരം പൂർണ്ണമായും സൈനികമായി വളഞ്ഞിരിക്കുകയാണ്. നഗരത്തിൽ അവശേഷിക്കുന്ന സാധാരണക്കാർ ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. ഈ മുന്നറിയിപ്പ് ഒരു അന്ത്യശാസനത്തിന്റെ രൂപത്തിലാണ് സൈന്യം നൽകിയത്. മുന്നറിയിപ്പ് അവഗണിച്ച് അവിടെ തുടരുന്നവരെ തീവ്രവാദികളായോ അല്ലെങ്കിൽ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരായോ കണക്കാക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അന്താരാഷ്ട്ര സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ നടപടിയെ മനുഷ്യാവകാശ ലംഘനമായും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായും അപലപിച്ചു. ഒരു യുദ്ധഭൂമിയിൽ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. അതിനിടെ ഗാസയിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനായി പുറപ്പെട്ട കപ്പലുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞത് മറ്റൊരു പ്രധാന സംഭവമാണ്. ഈ കപ്പലുകളിൽ സമാധാന പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരുണ്ടായിരുന്നു. ഇവരിൽ പ്രമുഖ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തൻബർഗും ഉൾപ്പെട്ടിരുന്നു. കപ്പലുകൾ തടയുകയും പ്രവർത്തകരെ കസ്റ്റഡിയിലാക്കുകയും ചെയ്തതിനെതിരെ യൂറോപ്പിലുടനീളം വ്യാപകമായ പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഗ്രീസ്, ഇറ്റലി, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഇസ്രായേൽ നടപടിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും തങ്ങളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഗാസയിലെ ജനങ്ങൾക്ക് നേരെയുള്ള ഉപരോധം നീക്കണമെന്നും മാനുഷിക സഹായം തടസ്സമില്ലാതെ എത്തിക്കാൻ അനുവദിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഈ സംഭവ വികാസങ്ങളെല്ലാം സമാധാന ചർച്ചകൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ നയതന്ത്ര നിലപാടുകളിലും ചില മാറ്റങ്ങൾ പ്രകടനമാണ്. ഖത്തറിന് നേരെയുണ്ടായ ആക്രമണങ്ങളെ അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കണക്കാക്കുന്ന ഒരു ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഇത് മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളോടുള്ള അമേരിക്കയുടെ നയത്തിൽ മാറ്റം വരുന്നുവെന്നതിന്റെ സൂചനയായി വിദഗ്ധർ വിലയിരുത്തുന്നു. അമേരിക്കയുടെ പരമ്പരാഗതമായ ഇസ്രായേൽ അനുകൂല നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് കൂടുതൽ സമതുലിതമായ സമീപനം സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറാവുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു. ഗാസയിലെ മാനുഷിക സാഹചര്യം ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് നിരപരാധികളായ സാധാരണക്കാർക്ക് ഇതിനോടകം തന്നെ ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടും സ്വത്തും ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്നു. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളും അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ആശുപത്രികളും സ്കൂളുകളും പോലും ആക്രമിക്കപ്പെടുന്നത് വലിയ ആശങ്കകൾക്കും വഴിവെക്കുന്നു. മാനുഷിക സഹായങ്ങൾ തടസ്സപ്പെട്ടതോടെ ഭക്ഷണവും ശുദ്ധമായ വെള്ളവും മരുന്നുകളും ലഭിക്കാതെ ഗാസയിലെ ജനത കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതൊരു വലിയ മാനുഷിക ദുരന്തത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പ്രതിസന്ധി മേഖലയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കൂടുതൽ സങ്കീർണമാക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയുടെ പുതിയ നിലപാടുകളും യൂറോപ്പിലെ പ്രതിഷേധങ്ങളും ഈ പ്രശ്നത്തെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഇതൊരു പക്ഷേ സമാധാന ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവുകൾ നൽകിയേക്കാം. പക്ഷേ ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്ക് അടിയന്തര പരിഹാരം കാണേണ്ടതും അത്യാവശ്യമാണ്. സൈനിക നടപടികൾ അവസാനിപ്പിച്ച് സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ യുദ്ധത്തിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കേണ്ടത് ലോകരാഷ്ട്രങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഈ പ്രതിസന്ധിക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ അതോ സംഘർഷം കൂടുതൽ ശക്തിപ്പെടുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു.